ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വഴുതക്കാട് വാർഡിലെ ഇടത് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് രാഗി രവികുമാറാണ്. രാഗി രവികുമാറിനെ വഴുതക്കാടുകാർക്ക് അത്ര പുതിയ മുഖമൊന്നുമല്ല, ഒരു ചരിത്ര വനിത കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ചരിത്രം നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഇപ്പോൾ എങ്ങനെ പോകുന്നു പ്രചരണ ചൂട്? അവസാന ഘട്ടത്തിലാണ്, ഇനി 10 നാൾ കൂടെ മാത്രമേ ഉള്ളൂ. എങ്ങനെ പോകുന്നു? നന്നായി, വളരെ ആവേശത്തോടാണ് നമ്മുടെ പ്രവർത്തകരെ കണ്ടാൽ അറിയാമല്ലോ. ഇന്ന് ഞായറാഴ്ച ദിവസം രാവിലെ മുതൽ നമ്മുടെ വനിതാ സ്ക്വാഡും യുവജന സ്ക്വാഡും അതോടൊപ്പം അതല്ലാതെ തന്നെ സ്ഥാനാർത്ഥിയോടൊപ്പം ഉള്ള സ്ക്വാഡുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള എല്ലാ മേഖലയിലും നമ്മുടെ 5 ബൂത്തും കവർ ചെയ്തുകൊണ്ടാണ് ഉള്ള പ്രവർത്തനം. ആവേശത്തോടെയാണ് ജനങ്ങളും നമ്മളെ സ്വീകരിക്കുന്നത്. കാരണം അവർക്കറിയാം അവർ നമ്മളിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഒരു ജനപ്രതിനിധിയായി, ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധിയായി ഞാനിവിടെ പ്രവർത്തിച്ചത്. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കാതോർക്കുന്നതിനോടൊപ്പം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ സംഘടനയ്ക്ക് അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വ്യക്തികളെയും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഈ വാർഡിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പോസിറ്റീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഉറപ്പായും അത് നല്ല വിജയമായി തന്നെ മാറും. ഹാട്രിക് വിജയമാണ് ലക്ഷ്യമിടുന്നത്. 2005 കന്നി അംഗത്തിൽ തന്നെ വിജയിച്ചു. ഇപ്പോഴത്തെ വീണ്ടും ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. 2005 മുതൽ തന്നെ ഈ പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്നോ രാഷ്ട്രീയത്തിൽ നിന്നോ ഒന്നും വിട്ടു നിന്നിട്ടില്ല. ഇല്ല, ഉറപ്പായിട്ടും 2005, 2010 വരെ കഴിഞ്ഞ് പിന്നെ നമ്മൾ 10-15 വർഷം ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെ ജനറൽ സീറ്റായപ്പോൾ മറ്റ് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അതിനുശേഷം 2 ജനറൽ സീറ്റിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ജനറൽ സീറ്റിലും അതിന് മുന്നുള്ള വനിതാ സീറ്റിലും ഒക്കെ മത്സരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയത്തിൽ നമ്മൾ ചെറുതിലേ മാറിയിട്ടുള്ളതല്ല. ഇവിടെ പിന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ വഴുതക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന വഴുതക്കാട് നരേന്ദ്രൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങളോടൊപ്പം നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ബാലവേദിയുടെ പ്രവർത്തനവുമാണെങ്കിലും SF-ൻ്റെ YF-ൻ്റെ പ്രവർത്തനമാണെങ്കിലും രാഷ്ട്രീയ രംഗത്ത് സജീവമായുണ്ട്. ഇപ്പോൾ ഇവരുടെ കൂടൊപ്പം, അല്ലെങ്കിൽ നമ്മുടെ ഈ വാർഡിനോടൊപ്പം തന്നെ കുറേ കാലങ്ങളായി 2005 മുതൽ തന്നെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അതിനു മുൻപേ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടം എൻ്റെ വഴുതക്കാടായിരുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ചരിത്രം ഒക്കെ എങ്ങനെയാണ്? ഒരുപാട് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് പഴയ കാല ഓർമ്മകൾ ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി ഒന്ന്. അതായത് 1992 ഞാൻ SSLC കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് പാസ്സാവുന്നത്. ആ സമയത്ത് നമ്മളവിടെ കോട്ടൺ ഹിൽ സ്കൂളിലെ സ്കൂൾ ലീഡറായിട്ടാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് SF-ൻ്റെ സംഘടന ഉണ്ടാക്കി, നമ്മുടെ വിമൻസ് കോളേജിൽ യൂണിറ്റ് ഉണ്ടാക്കിയൊക്കെ മത്സരിക്കുന്നു. ആ സമയത്ത് മുതൽ എല്ലാ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും അതോടൊപ്പം യുവജന പ്രക്ഷോഭങ്ങളിലും ഒക്കെ തന്നെ ബിഗ് ബസാർ വിഷയവുമൊക്കെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ബിഗ് ബസാർ വിഷയത്തിലുമൊക്കെ നമ്മളൊരു സമര പോരാട്ടങ്ങൾ തന്നെയാണ് അന്നു മുതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനവും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനവും എല്ലാം ഒരേപോലെ കൊണ്ടുപോകാൻ നമുക്ക് അന്ന് മുതലേ കഴിഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് എൻ്റെ സംഘടന തന്നൊരു പിൻബലമാണ്. ഈ പ്രവർത്തകരുടെ ആവേശം അറിയാം. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും നമ്മുടെ ഈ വഴുതക്കാട് മേഖലയിൽ നമ്മുടെ ഇടതുപക്ഷ പ്രവർത്തകർ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നത്. ആരും മറ്റൊരു മനസ്സ് ചിന്തിച്ചല്ല, ജയമാണ് ലക്ഷ്യം. ഓരോ വീടുകളും ഓരോ വോട്ടുകളും നമുക്ക് ഉറപ്പിക്കണമെന്നുള്ള സംവിധാനത്തിലാണ് ഓരോ പ്രവർത്തകരും പെരുമാറുന്നത്. ഈ വീടുകളിൽ കയറുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ഒരിടത്തു നിന്നും നമുക്ക് സാധാരണ ഒരു 2 വർഷമൊക്കെ 2 പ്രാവശ്യമൊക്കെ മത്സരിച്ച് ജയിച്ചവരുടെ നെഗറ്റീവ്സ് പല പ്രദേശങ്ങളിലും ഉണ്ടാകും. പക്ഷെ എന്നെ സംബന്ധിച്ചെടുത്ത്, ഞങ്ങളുടെ ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു വീടുകളിൽ പോയപ്പോഴും നിങ്ങളത് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ മാറി നിൽക്കൂ എന്ന് പറഞ്ഞൊരു ഇതേ ഉണ്ടായിട്ടില്ല. അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അതൊന്നും ജനങ്ങൾ വളരെ ആവേശത്തിലാണ്, സന്തോഷത്തിലാണ്. ഇത്തവണത്തെ ഇലക്ഷന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. വനിതകളാണ് ഏറ്റവും കൂടുതൽ മത്സര രംഗത്തുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിലും രാഗി രവികുമാറിന് ഓപ്പോസിറ്റ് ഒരു വനിത ആണ് മത്സരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ വീടുകളിൽ പ്രചാരണത്തിന് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചു ചോദ്യം വരുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് 50% സംവരണം ഏർപ്പെടുത്തിയത്. ആ 50% സംവരണത്തിൽ മാത്രമല്ല, ജനറൽ സീറ്റുകളിൽ പോലും വനിതകളെ അർഹമായിട്ടുള്ള പ്രാതിനിധ്യത്തോടെ പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചനയാണ്. നമുക്കറിയാം, എപ്പോഴും പുരുഷാധിപത്യ സമൂഹമെന്ന് നമ്മൾ പറയുന്ന ഈ കേരളത്തിലാണ് ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് ഈ ജനപ്രതിനിധികളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50%. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ജനറൽ സീറ്റിൽ പോലും മത്സരിച്ചാൽ സ്ത്രീകൾ ജയിക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സ്ത്രീകളെ പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വനിതകളെ കരുതുന്ന ഒരു സംഘടന ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന ആ സംവിധാനത്തിലാണ് ബാക്കിയുള്ളവരും സഞ്ചരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊണ്ടേ പറ്റൂ.
കൂടെ ചോദിക്കുവാണ്, ഈ വക്കീൽ ജീവിതം എങ്ങനെ പോകുന്നു? അഭിഭാഷക വൃത്തിയാണ് എൻ്റെ വരുമാന മാർഗം, ഇതെൻ്റെ സേവന മാർഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇതിനോടൊപ്പം തന്നെ എല്ലാ കാലഘട്ടത്തിലും അഭിഭാഷക വൃത്തിയോടൊപ്പം തന്നെയാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അഭിഭാഷകർ ജൂനിയേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഓഫീസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നന്നായി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഒരുപാട് പ്രവർത്തകരുണ്ട്, രാഗി രവികുമാർ മാത്രമല്ല. അപ്പം നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിക്കാം, എവിടം വരെ എത്തി, വീട് കയറലൊക്കെ എവിടം വരെ എത്തി എന്നുള്ളത്. ഇത് മൂന്നാമത്തെ റൗണ്ടാണ് ഇപ്പം സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഈ ഏരിയയിലെല്ലാം തന്നെ വരുന്നത്. ഇനിയിപ്പം അടുത്ത ഇനി വാഹന പ്രചരണ ജാഥയും മറ്റുള്ള കാര്യങ്ങളുമാണ്. ഈ മൊത്തം വാർഡിലുള്ള എല്ലാ വീടുകളും ഇതും കൂടെ കൂട്ടി ഇത് മൂന്നാം തവണയാണ് സ്ഥാനാർത്ഥി തന്നെ എത്തുന്നത്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നമുക്ക് എപ്പോഴും എന്ത് കാര്യങ്ങൾക്കും വിളിച്ചാൽ കിട്ടുന്ന ഒരു കൗൺസിലറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൗൺസിലർ തുടരട്ടെ എന്നുള്ള ഒരു ഫീലിംഗാണ് മൊത്തത്തിൽ വാർഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. തികഞ്ഞ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാവരും. അങ്ങനെ തന്നെ. എന്താണ് പ്രതീക്ഷയിലാണെന്നറിയാം. പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലാണ് രാഗി രവികുമാറിൻ്റെ വഴുതക്കാട് വാർഡിലെ ഈ പ്രചാരണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വെറും 10 നാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് രാഗി രവികുമാർ ഈ ഒരു പ്രചാരണ ചൂടിൽ.